താങ്ക് യു. നീന്തൽ മത്സരത്തിന് പോകണ്ടേ നാളെ ഹൈദരാബാദ് പാൻ ഇന്ത്യൻ സ്വിമ്മിങ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്ട് ഫെഡറേഷൻ കപ്പിൻ്റെ. ഞാൻ മൃഗസംരക്ഷണ വകുപ്പിലാണ്. കാലിന് 2006 ഒരു ആക്സിഡൻറ്റ് പറ്റിയത് വിദേശത്ത് വെച്ചിട്ട്. ഞാൻ സൗദിയിലായിരുന്നു. അവിടെ നിന്ന് എന്താ പറയുക ഒരു ഹജ്ജിന് പോകുമായിരുന്നു. മക്കത്ത് എത്തുന്നതിൻ്റെ ഒരു 200 കിലോമീറ്റർ മുമ്പ് വണ്ടി മറിഞ്ഞു. വണ്ടി ഓടിച്ച ആൾ ഉറങ്ങിപ്പോയതായിരിക്കണം, അറിയില്ല. 2 പേരുണ്ടായിരുന്നു. ഒരാൾ മരിച്ചു, ഒരാൾക്ക് തലക്ക് ഇഞ്ചുറി പറ്റി. ഞാൻ ഈ അവസ്ഥയിലായി. കുഴപ്പമൊന്നുമില്ല. അപ്പം എന്താ പറയുക. ഓക്കെ, പേര് റഹ്മാൻ മുണ്ടോടൻ, നിലമ്പൂർ കരുളായാണ് വീട്. ഇപ്പം വർക്ക് ചെയ്യുന്നത് മൃഗസംരക്ഷണ വകുപ്പിലാണ്. വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൽ റിൻഡർപെസ്റ്റ് ഇറാഡിക്കേഷൻ ചെക്ക് പോസ്റ്റിലാണ് അറ്റൻഡറായിട്ട് വർക്ക് ചെയ്യാണ്. മുമ്പ് വിദേശത്തായിരുന്നു, സൗദി അറേബ്യയിലായിരുന്നു. 2006 ഹജ്ജിന് പോകുമായിരുന്നു. ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്യാൻ പോയിരുന്നത്. എനിക്ക് വേണ്ടിയുള്ള ഹജ്ജ് ഓൾറെഡി കഴിഞ്ഞതാണ്. അതിന് ശേഷം ഭാര്യ രണ്ടാമത് പ്രസവിച്ചപ്പോഴേ ഭാര്യയുടെ 2ാമത്തെ പ്രസവത്തിൽ ഉണ്ടായ ഒരു ആൺകുട്ടി വാലന്റൈൻസ് ഡേ ആണ് അവൻ പ്രസവിച്ചത്. ആ സമയത്ത് ആ കൊച്ചിന് തള്ളേന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ, കോഴിക്കോടിലെ സ്ത്രീനെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീൻ്റെ കയ്യിൽ നിന്ന് കൊച്ചി ചെറുതായിട്ടൊന്ന് വീണു. ഇത് 19 വർഷം മുമ്പത്തെ കഥയാണ്. ചെറുതായിട്ടൊന്ന് വീണത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി. അപ്പം റിയാദിലാണ് വർക്ക് ചെയ്തിരുന്നത്. കിങ് ഖാലിദ് ഹോസ്പിറ്റൽ, കിങ് ഫൈസൽ ഹോസ്പിറ്റൽ, യമാമ ഹോസ്പിറ്റൽ, സുമേഷ് ഹോസ്പിറ്റൽ, ഇങ്ങനെയുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും കാണിച്ച് 1 മാസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് കുട്ടി വീണതാണ്. എവിടെ വീണ് എങ്ങനെ വീണെന്ന് അറിയില്ല. തലച്ചോറ് ക്ഷതം പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ 19 വയസ്സായി. നടക്കൂല, സംസാരിക്കില്ല, ഒന്നും ചെയ്യില്ല. ആളിപ്പോഴും ഉണ്ട്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ രാത്രി ഉറങ്ങൂല, പകൽ ഉറങ്ങും. അതാണ് അവൻ്റെ നേച്ചർ. സംസാരിക്കൊന്നും ചെയ്യില്ല, നടക്കൊന്നുമില്ല. ഭക്ഷണമൊക്കെ നമ്മൾ ഉരി കൊടുക്കണം. അപ്പോൾ അങ്ങനെ അവന് വേണ്ടി ഹജ്ജിന് പോകുന്ന സമയത്താണ് 2006 ഇരിക്കുന്ന അപകടം പറ്റി. അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നു. പിന്നെ ജീവിക്കണമല്ലോ, ജീവിക്കാൻ വേണ്ടിയാണ് പല സർക്കസും കളിച്ചു. ഞാൻ മൊബൈൽ ഷോപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു, മെഡിക്കൽ സ്റ്റോർ നടത്തിയിട്ടുണ്ടായിരുന്നു, പിന്നെ റെൻ്റേക്കാരൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. 2-3 വണ്ടികളുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആണ് ഭാര്യ വീണ്ടും ഗർഭിണിയായി. കോയിൻസിഡൻറ്റ്. 3ാമത് ഗർഭിണിയായ സമയത്തപ്പം ഈ മോർണിംഗ് കൊണ്ട് ഞാൻ ചികിത്സക്ക് മൈസൂർ കുറച്ച് കാലം പോയിരുന്നുണ്ട്. 5 വർഷം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിങ്ങിൽ. അതിനടുത്തൊരു വീട് ലീസിനെടുത്തിട്ട് 5 വർഷം മൈസൂരായിരുന്നു. അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്കും കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് ഈ 3ാമത്തെ പ്രസവവുമായി ബന്ധപ്പെട്ടിട്ട് നാട്ടിലേക്ക് വരണം എന്നുള്ള പ്രശ്നം 2 വീട്ടുകാരും നിർബന്ധിച്ച് പറഞ്ഞു. കാരണം ആദ്യത്തത് ഗൾഫിൽ വെച്ചിട്ട് നടന്നു. കാരണം ഈ കൊച്ചിന് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഇത് അവിടെ വെച്ചിട്ട് വേണ്ടെന്ന് 2 ഭാര്യ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും ഒരേപോലെ പറഞ്ഞപ്പം തിരിച്ച് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്നിട്ട് ഒന്നും ചെയ്യാത്ത അവസ്ഥ, ബ്ലാങ്ക്. കാര്യം കയ്യിലുണ്ടെങ്കിലൊക്കെ പോയി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എംപ്ലോയ്മെൻറ്റ് വഴി വാട്ടർ അതോറിറ്റിയിൽ ഫസ്റ്റ് 176 രൂപ ഒരു ദിവസത്തേക്ക്. ഇപ്പോൾ 56 വയസ്സായി. അപ്പോൾ 2000 അത് ഈ പെയിൻ്റ് കൊണ്ടാണ്. നിങ്ങൾ ഇന്നലെ തന്നെ കണ്ടുകിടക്കി ഇത് പറയില്ല. ഇന്നിപ്പോൾ ഞാൻ ഓക്കെ താങ്ക് യു. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ നമ്മളെപ്പോലെ 2 കൈയും കാലും ഒക്കെ ഉള്ള സുന്ദരന്മാരായ അല്ലെങ്കിൽ നമ്മള് എന്തെന്ന് അഹങ്കരിക്കുന്ന ആളുകൾക്ക് നിങ്ങളൊരു മാതൃകയാണ്. താങ്ക് യു. അപ്പോൾ ഇത്തരത്തിലുള്ള ഞങ്ങൾ മലപ്പുറം റണ്ണേഴ്സ് ക്ലബിന്റെ പ്രതിനിധികളാണ്. മലപ്പുറത്ത് എല്ലാ വർഷവും സ്ഥിരമായിട്ട് മാരത്തൺ സംഘടിപ്പിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഇവന്റിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും നമ്പർ തരാം. ഞങ്ങൾ ഇവന്റിലും സാറ് പങ്കെടുക്കും. തീർച്ചയായും കാര്യങ്ങളുണ്ട്. കൺഗ്രാജുലേഷൻ. താങ്ക് യു. നിങ്ങളുടെ കൂടെ പിന്തുടരാൻ ഞങ്ങൾ തയ്യാറാണ്.